മുൻ സുപ്രീം കോടതി ജഡ്ജി എം ഖാൽവിൽക്കറെ ലോക്പാൽ ചെയർമാനായി ഈ അടുത്ത കാലത്ത് നിയമിച്ചിരുന്നു. പിനാക്കി ചന്ദ്രബോസ് 2022 വിരമിച്ചതിനു ശേഷം ഇദ്ദേഹത്തിനെയാണ് അപ്പോയിന്റ് ചെയ്തത്. എന്താണ് ലോക്പാൽ? സർക്കാർ തലത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് നടക്കുന്ന അഴിമതി തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നിയമമാണ് ലോക്പാൽ ബിൽ. 1960കളിലാണ് ആദ്യമായി ലോക്പാൽ ബിൽ നിർദ്ദേശിച്ചത്. എന്നാൽ അത് നടപ്പിലായില്ല. 2013 അണ്ണാ ഹസാരെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടൽ ലോക്പാൽ ലോകായുക്ത ബിൽ പാസാക്കുന്നതിന് കാരണമായി. പ്രധാനമന്ത്രിയും ലോക്സഭാ സ്പീക്കറും ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് അംഗങ്ങളെ നിയമിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിയുമായി താരതമ്യപ്പെടുത്താവുന്ന അധികാരം ഇവർക്കുണ്ട്. പരാതി കിട്ടിയാൽ മാത്രമാണ് ലോക്പാലിന് പ്രവർത്തിക്കാൻ സാധിക്കൂ. ഇതിന് സ്വമേധയാ നടപടിയെടുക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ, പാർലമെന്റ് അംഗങ്ങൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോക്പാലിന്റെ പരിധിയിൽ വരുന്നു. നിയമലംഘനം, കൈക്കൂലി നൽകൽ, കൈക്കൂലി വാങ്ങൽ എന്നിവയുമായി ബന്ധപ്പെട്ട മറ്റു വ്യക്തികളും ലോക്പാലിന്റെ പരിധിയിൽ വരും. വിശദമായ അന്വേഷണം നടത്തി അഴിമതി നടന്നതായി കണ്ടെത്തിയാൽ ലോക്പാലിന് അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്യാനാകും. കൂടുതൽ വിവരങ്ങൾ ലോക്പാലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? എങ്കിൽ കമന്റ് ചെയ്യൂ.